നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇത് 1 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടലയ്ക്ക് ആവശ്യമായ അല്പം വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കാം. ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വേണ്ടത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയുടെ പേസ്റ്റ് ആണ്. ഞാൻ ചെറിയ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. ഇതൊന്ന് നന്നായിട്ട് കഴുകിയ ശേഷം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അല്പം മസാലപ്പൊടി ഒന്ന് എടുത്തു വെക്കാം. ഞാൻ ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത്.